ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരിപ്പൊടിയുണ്ട് ആരും പ്രതീക്ഷിക്കാത്ത വളരെ ടേസ്റ്റിയായ ഒരു ഉള്ളിപ്പുട്ടാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ നമ്മുടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് പുട്ടുപൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. തരിയുള്ള പുട്ടുപൊടിയാണ് എടുക്കേണ്ടത്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറേശ്ശെയായി വെള്ളം ഒഴിച്ച് കൈകൊണ്ട് നനച്ചെടുക്കാം. പൊടി നന്നായി നനഞ്ഞ് പാകമാകാൻ 10 മിനിറ്റ് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാകുമ്പോൾ ഒരു വലിയ സവാള കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് ഒന്ന് വഴട്ടിയെടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വഴറ്റേണ്ട ആവശ്യമില്ല, ചെറുതായി ഒന്ന് വഴറ്റിയാൽ മതി. ഇനി വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് യോജിപ്പിക്കുക. അതിനുശേഷം ഒരു തവി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതുകൂടെ ആഡ് ചെയ്യാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. 3 വറ്റൽമുളക് ക്രഷ് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇതെല്ലാം ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. ഇനി കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ഷെയറും ഒന്ന് ചെയ്യണേ. ഒരു തവി ചിരകിയ തേങ്ങ കൂടി ആഡ് ചെയ്യാം. ഇനി എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങ ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന പുട്ടുപൊടി എന്തായെന്ന് നോക്കാം. നല്ല സോഫ്റ്റായി പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാല കൂട്ടിയിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഇനി ഒരു പുട്ടുകുറ്റിയിലേക്ക് പുട്ടിന് വാരി വെക്കുന്നത് പോലെ ആദ്യം കുറച്ച് തേങ്ങ, അതിന് മുകളിലായി മാവ് നിറച്ചെടുക്കാം. പുട്ടുകുറ്റിയിൽ തേങ്ങ ഇട്ടാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തത്. അതുകൊണ്ട് തേങ്ങയുടെ ആവശ്യം വരുന്നില്ല. പക്ഷെ ഞാൻ കുറച്ച് തേങ്ങ ഇട്ടെന്നേ ഉള്ളൂ. ഇനി നമുക്ക് കുടത്തിൽ പുട്ടുകുറ്റി വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ ഉള്ളിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഉള്ളിപ്പുട്ടെന്നും മസാലപ്പുട്ടെന്നും ഇതിനെ പറയാറുണ്ട്. വളരെ സ്വാദിഷ്ടമാണ്. കറി ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാം. ഇത് കഴിച്ചാലേ നമുക്ക് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അത്ര ടേസ്റ്റാണിത്. നിങ്ങൾ ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ്, ലൈക്ക് എന്നിവ ചെയ്യണേ. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി ഉടനെ വരുന്നതാണ്. ഗുഡ് ബൈ.